കണ്ണൂർ ഇരിട്ടിയിൽ CPM ഗുണ്ട ആക്രമണം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബ് വധക്കേസിലെ രണ്ടാം പ്രതിയുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടത്തിയത്. നാട്ടുകാർക്ക് നേരെയായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ആളുമാറി മർദ്ദിച്ചതെന്ന് പോലീസ്. നമ്മളെ വ്യൂ പോയിന്റിലാണ് ഞാനവിടെ നിൽക്കുമ്പോൾ ഞാനും ഇവരും നമ്മളെ ഫ്രണ്ട് ജിതേഷും ഉണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് വർത്താൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു 3 വണ്ടിയിൽ 6 ആൾക്കാർ വന്നിട്ട് അടിക്കുകയും ചെയ്തു. എന്താണ് പ്രശ്നം എന്നുള്ളതും എനിക്കൊന്നും വ്യക്തതയില്ല. അവർ വന്ന് വലിയ വടിവാളുണ്ടായിരുന്നു, കമ്പിപ്പാറി ഉണ്ടായിരുന്നു, പിന്നെ മറ്റേ ഇടിക്കട്ടി ഉണ്ടായിരുന്നു. ഇടിക്കട്ടി ഉപയോഗിച്ച് എൻ്റെ കൂടെ അടിച്ച് അപ്പോൾ ഇവൻ്റെ വീട് അതിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാനും ഇവനും ചെതറിയിട്ട് അവൻ്റെ വീട്ടിലേക്ക് ഓടുമ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് വടിവാലെടുത്ത് വീശി, എന്നിട്ട് അവൻ്റെ പെങ്ങളെ മാറി അവനെ കൊല്ലുന്നവനെ ഭീഷണിപ്പെടുത്തി ആടുന്ന് കുറേ മിനിറ്റ് അടിച്ച് അനക്ക് തല പെരുത്തിട്ട് എന്താ ഏതാന്നുള്ള വേദന ഇപ്പോൾ എവിടുന്നാന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, നഗരത്തിൽ വലിയൊരു ഗുണ്ട ആക്രമണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ എത്രയോ നിസ്സാരവൽക്കരിച്ചാണ് പോലീസ് പറയുന്നത് ആളുമാറി മർദ്ദിച്ചതാണെന്ന്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ശ്രുതി, കണ്ണൂർ ഇരിട്ടി എടക്കാനം റിവർവ്യൂ പോയിന്റിലാണ് CPMന്റെ ഈ ഗുണ്ട ആക്രമണം ഉണ്ടായത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ഷുഹൈബ് വധക്കേസിലെ രണ്ടാം പ്രതി ദീപ്ചന്ദിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ആക്രമണം നടന്നത്. നാട്ടുകാർക്ക് നേരെയായിരുന്നു ആക്രമണം. 5 പേർക്ക് ഈ അക്രമത്തിൽ പരിക്കേറ്റു. 3 വാഹനങ്ങളിലാണ് ഈ അക്രമി സംഘം അവിടെ എത്തിയത്. അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ വാഹനം തകർക്കുകയും നാട്ടുകാരെ ഉൾപ്പെടെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. ഈ അക്രമത്തിനിടെ അക്രമിയുടെ ഒരു വാഹനം മറിയുകയും ചെയ്തു. ഈ മറിഞ്ഞ വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് വാഹനങ്ങളിൽ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. മാരകായുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഇടിക്കട്ട, വടിവാൾ, ഇരുമ്പുവടി എന്നിവ ഉപയോഗിച്ചായിരുന്നു ഈ മർദ്ദിച്ചത്. അവിടെ കണ്ണിൽ കണ്ടവരെയൊക്കെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ചോദ്യവും പറച്ചിലും ഇല്ലാതെ മർദ്ദിച്ചെന്നാണ് ഈ പരിക്കേറ്റ ആളുകൾ പറയുന്നത്. അതേസമയം ഈ പോലീസ് പറയുന്നത് ആള് മാറിയാണ് ഇവർ മർദ്ദിച്ചതെന്നാണ്. അതായത് ഇവർ ആരെയോ ലക്ഷ്യമിട്ട് വന്നതാണ്. ആ ലക്ഷ്യമിട്ട് വന്ന ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നെന്നുള്ള രീതിയിലാണ് മർദ്ദിച്ചത്. പക്ഷേ അവർക്ക് മർദ്ദിച്ച ആള് മാറിപ്പോയി. അവർ നാട്ടുകാരെ ആണ് മർദ്ദിച്ചത്. കാരണം മറ്റാരെയോ ലക്ഷ്യമിട്ട് വന്ന ആള് മാറി നാട്ടുകാരെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ശ്രുതി, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.